നോക്കട്ടെ, ബക്കറ്റ് എടുത്തേ, ചുണ്ട് കാണിച്ചേ. പൊട്ടിയോ ഗെയ്സ്? അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂള്. അതായത് LKG മുതൽ. എടാ അഭിത്തെ, എന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാറ്റം വന്നിട്ടില്ലടാ? ഇല്ലടാ ഇല്ല. നോക്കിയാ വേർത്താ, നീ നോക്ക്, നീ കണ്ടോ? ഉണ്ണി വേർത്തിട്ട് ആരെങ്കിലും ഇന്നൊരു കണ്ടോടാ അഭിത്തെ? നീ നോക്കടാ. ജോൺസാ, നീ മാറി ഉറങ്ങണോ? എനിക്കറിയാൻ പറ്റില്ല. നീ വിറക് കയറ്റാൻ നീ പണിക്ക് വന്നാണോ? നീ പണിക്ക് വന്നാണോ? എടാ അത് നമ്മുടെ പാട്ടല്ല, അത് കേട്ടോ നീ. ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അവർ ഈ ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു പട്ടി കിടന്ന് പറയുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കണ്ടോ? മിന്നാടി പട്ടി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സമയം 9 മണി ആയിട്ടുണ്ട്. ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്നലെ ശിവരാത്രി ആയിരുന്നു. നിങ്ങളെല്ലാവരും ശിവരാത്രി ആഘോഷിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ശിവൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു പോയത് കേട്ടോ. അതിനുശേഷം 12 മണി 12:30 ആയിട്ടാണ് വീട്ടിലെത്തിയത്. അതിനുശേഷം ദേവമ്പടി കിടന്നുറങ്ങും. അവർ രണ്ടുപേരും ഇതുവരെ എണീറ്റിട്ടില്ല. അച്ഛമ്മ രാവിലെ ബലിയിടാനായിട്ട് അമ്പലത്തിൽ പോയേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു കസിൻ രാഹുൽ, കസിൻ എന്ന് പറഞ്ഞാൽ പോരാട്ട ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ്. അപ്പോൾ അവൻ ഇന്ന് മഴയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വേറെ വീട്ടിലേക്ക് ഇന്ന് അവർ മാറുവാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോകാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികൾ ഇന്നുണ്ട് കേട്ടോ. അതൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണക്കാരൻ അവനും കൂടെ കൂടിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ, ഈ ചാനൽ അതിന് മുമ്പത്തെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അവൻ്റെ നിർബന്ധം വന്നാണ് നമ്മൾ യൂട്യൂബ് ചാനൽ പതുക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആദ്യം തന്നെ താങ്ക് യു സോ മച്ച്. ഇങ്ങനൊരു പ്ലാറ്റ്ഫോം നമുക്ക് പരിചയപ്പെടുത്തി എന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഒക്കെ ആക്കി തന്നതിന് ആദ്യം തന്നെ നന്ദി പറഞ്ഞോളൂ. അപ്പം ഇന്നലെ ഞങ്ങൾ അമ്പലത്തിൽ പോയ കുറച്ച് വീഡിയോസും ക്ലിപ്സും ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റെഡി ആകുമ്പോഴത്തേക്കും നിങ്ങൾ അതൊക്കെ പോയി കണ്ടിട്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ തന്നെ പോകുന്നുള്ളൂ. വൈഫിനെ കുട്ടികളെ അമ്മേനൊന്നും കൊണ്ടുപോകുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങൾ മാറ്റാനൊക്കെയാണല്ലോ, മുഴുവൻ പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് മാത്രമല്ല, അമ്മമാരുണ്ടെങ്കിൽ സമ്മതിക്കത്തില്ല. അമ്മമാരെ റോഡിൻ്റെ സൈഡ് ആയതുകൊണ്ട് വീട് റോഡ് സൈഡിലായിരിക്കണം. അപ്പോൾ അത് അങ്ങോട്ട് ഓടി അവനൊട്ടും സമ്മതിക്കത്തില്ല അമ്പാടി. അപ്പോൾ അച്ഛൻ ഓൾറെഡി അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ വന്നിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. 1-2 ട്രിപ്പ് അടിക്കാവുന്ന സാധനങ്ങൾ മിക്കവാറും കാണത്തുള്ളൂ. പിന്നെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അടങ്ങി താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 1-2 കിലോമീറ്റർ മാക്സിമം ഉണ്ടാവുള്ളൂ. അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ വീടിരിക്കണേ. പിന്നെ വേറെ കാര്യം പറയാൻ വേണ്ടി മറന്നുപോയി. രാഹുൽ ഒരു യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് അവന് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. രാഹുൽ അച്ചുകുട്ടിയിൽ തന്നെയായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ ട്രാവൽ വ്ളോഗ്സാണ് അതിനകത്ത് കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വൈഫും കൂടെ ചേർന്ന് ഇപ്പോൾ കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല വീഡിയോസ് അതിനകത്ത് വന്നിട്ടുണ്ട്. ചെറിയ ഷോർട്സാണ്, 2-3 വീഡിയോസ് അങ്ങനെ വന്നിട്ടുള്ളൂ. പക്ഷേ എല്ലാം നല്ല വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവരെ ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഇൻസ്റ്റയിലും അതുപോലെയുണ്ട്. ഇൻസ്റ്റയിലും കുറേ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് രാഹുലിൻ്റെ വീട്ടിലേക്ക് പോകാം. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളായിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഞാൻ പഠിച്ചൊരു സ്കൂളുണ്ട്, അത് നിങ്ങളെനിക്ക് കാണിക്കുന്നുണ്ട്. ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. ഗവൺമെൻറ് ഹൈസ്കൂളായിരിക്കും. ഇവിടെയാണ് ഞാൻ പഠിച്ചത് 3 വർഷത്തെ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ LKG മുതൽ 4 വരെ ഞാൻ പഠിച്ചത് ശാന്തിനികേതൻ സ്കൂളിലായതോടുകൂടി. അതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. അതിനുശേഷം 7 വരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. 7-ന് ശേഷം പിന്നെ ടെക്നിക്കൽ സ്കൂളിലേക്ക് മാറി. പഠിക്കുന്ന സമയത്ത് ഇവിടെ 7 വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഈ സ്കൂൾ ഈ 3 വർഷം പഠിച്ചോളെങ്കിൽ ഒരുപാട് അറ്റാച്ച്മെൻറ്റുള്ള സ്കൂളാണ്. ടീച്ചർമാരായിക്കോട്ടെ, ഒരു വത്സല ടീച്ചർ, അന്നക്കുട്ടി ടീച്ചർ, ഇപ്പോഴും പേര് പറയുമ്പോഴല്ലോ ഇതാണ്. അപ്പം ആ വത്സല ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാര്യമായിരുന്നു. എന്നെ ഭയങ്കര കാര്യമായിരുന്നു. എല്ലാ കുട്ടികൾക്കും ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. ഇതിനകത്ത് പഠിച്ച് ഞാനും അനിയനും ഇവിടെയാണ് പഠിച്ചത്. അത് മാത്രമല്ല വൈഫ് ഇവിടെയാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങളെല്ലാം പഠിച്ചൊരു സ്കൂളാണിത്. അപ്പോൾ ഇന്ന് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നേക്കണേ ഇതേ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, അത് പുതിയ ബിൽഡിംഗ് വന്നതാണ്. അപ്പോൾ 10th പോലെ +2 വരെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ 10th വരെ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ എന്നിട്ടും കുറേ ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല. 10th വരെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ ബിൽഡിങ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന ഗ്രൗണ്ട് എന്തോരം ക്രിക്കറ്റ് കളിച്ച ഗ്രൗണ്ടാണെന്നറിയോ. ക്രിക്കറ്റ് കളിച്ച് വൈകുന്നേരം എല്ലാ സമയത്ത് എന്തോരം അടി കൂടിയതൊക്കെ ഉള്ള ഗ്രൗണ്ടാണ്. പക്ഷേ നമ്മളിങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ പറഞ്ഞൊരു ഫീലുണ്ടല്ലോ. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഇലക്ഷൻ്റെ സമയത്ത് കൂടെ വെച്ചാണ് ഇലക്ഷൻ നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ വോട്ട് ചെയ്യാനൊക്കെ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അന്നൊന്നും നമുക്ക് അത്രയും ഇതായിട്ട് തോന്നില്ല. ഇങ്ങനെ വന്ന് നിന്നപ്പം ഒരു ഭയങ്കരമായിട്ട് എന്നെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഭയങ്കര ഒരു ഫീലിങ്, പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് വന്നു. അങ്ങനെ ഭയങ്കര ഒരു ഫീലിങ്.
പിന്നെ കുറേ മാറ്റങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു മാപ്പ്, ഇന്ത്യയുടെ ഒരു മാപ്പ് ഗ്രൗണ്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഒരുപാട് വലിപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിറച്ചിങ്ങനെ മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു വോളിബോൾ കോർട്ടാണ് നോട്ടേ കാണുന്നത്. 2 പോസ്റ്റ് നിൽക്കുന്നത് കാണുന്നുണ്ടോ? ഇവിടെ ഒരു വോളിബോൾ കോർട്ടായിരുന്നു. ഒരുപാട് പല പ്രാവശ്യങ്ങളിൽ ഇവിടെ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആർട്സ് ക്ലബിൻ്റെ വകയൊക്കെ ആയിട്ടും ഒരുപാട് മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മറ്റേ കൂപ്പണൊക്കെ വെച്ചിട്ട് പണ്ട് ഭയങ്കരമായിരുന്നു. അന്ന് പഠിക്കുമ്പോൾ ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കഞ്ഞിയുടെ ടേസ്റ്റിന് ഇതുവരെ മാറില്ല. നല്ല ചൂടൻ കഞ്ഞിയിലേക്ക് നല്ല ചെറുപയറും കൊണ്ട് തരും. ചെറുപയറിനകത്തേക്ക് മുളകുണ്ടായി, ചുവന്ന മുളക്. അതിങ്ങനെ ബെല്ലടിക്കുമ്പോൾ അത് വിളമ്പാനായിട്ട് നിൽക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, വിളമ്പി കൊടുക്കാനായിട്ട് പിള്ളേർക്ക്. ഇന്ന് ഇവിടെ ഇരുന്നാണ് കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ അതൊക്കെ ഉണ്ടല്ലോ മറക്കാൻ പറ്റാത്തൊരു. കാരണം ഞാൻ ആ സമയത്തൊക്കെ വീട്ടിൽ നിന്ന് ചോറ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഞാൻ ചോറ് എടുക്കാണ്ട് കഞ്ഞി കുടിക്കാനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ചോറ് കൊണ്ടുവരുവാണെങ്കിൽ ചില ദിവസം കൊണ്ടുവരും, അങ്ങനെ തോന്നുന്ന ദിവസങ്ങളിൽ. പക്ഷേ കൂടുതലും കഞ്ഞിയാണ് കുടിക്കാറ്. എന്നിട്ട് ഇങ്ങനെ കൂട്ടുകാർ, അതുപോലെ ഇവിടെ ഒരു കടയുണ്ടായിരുന്നു, തമ്പിച്ചേട്ടൻ എന്ന് പറഞ്ഞു. അപ്പോൾ കടയൊക്കെ മാറി. അവിടെ അച്ചാർ കിട്ടും. അന്ന് എത്ര പൈസയായിരുന്നു? 20 പൈസ, 10 പൈസ, 20 പൈസയാണോ 25 പൈസയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. 25 പൈസയാണെന്ന് തോന്നുന്നു. അച്ചാർ, ചെറിയ പാക്കറ്റ് അച്ചാർ, നാരങ്ങച്ചാറൊക്കെ കിട്ടും. അതും ആ കഞ്ഞിക്കകത്തേക്ക് കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് എന്ന് വെച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയേണ്ടത് തന്നെ അറിയാം. ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ത് കഴിച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല, അത്ര ഇതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കൂട്ടുകാരെ കൂടെ കറികൾ കൊണ്ടുവന്നാൽ ഷെയർ വെച്ച് കഴിക്കുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാണ്ടല്ലോ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ വലുതാവുണ്ടായിരുന്നു എന്ന് ചില സമയത്ത് തോന്നിപ്പോകും. ഇപ്പോൾ ഇങ്ങനെ ഓർത്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് കേട്ടോ. അപ്പം ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നോട്ടിങ്ങനെ ആരെങ്കിലും ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കൂട്ടുകാരൊക്കെ എനിക്ക് ഏകദേശം അറിയാം. അതല്ലാണ്ട് നിങ്ങളിവിടെ ആരെങ്കിലും പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയിട്ട് ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ കുഞ്ഞു സ്കൂളിലെ വിശേഷങ്ങൾ. സമയം കുറേ ആയിട്ടോ ഞാനിവിടെ വന്ന് നിങ്ങളുടെ പഴയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് വന്നപ്പോൾ ഈ സമയം പോയത് അറിഞ്ഞതേ ഇല്ല. അപ്പോൾ ഉണ്ണി 2 പ്രാവശ്യം വിളിച്ചു, ചെല്ലാൻ പറഞ്ഞു. അവിടെ വണ്ടി വന്ന് കിടക്കുവാണ്, കയറ്റാറായി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അപ്പോൾ സാധനങ്ങൾ ഓൾറെഡി ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നിങ്ങളിനി കാണാൻ വേണ്ടി പോകുന്ന അവിടെ പാക്കിങ്ങും അതുപോലെ ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചോണ്ടായിരിക്കണം, എങ്ങനെയാണെന്നറിയില്ല. വീഡിയോ എടുക്കാൻ പറ്റി എടുക്കാം. അപ്പം നേരെ നമുക്ക് പോകാം ഉണ്ണിയുടെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ ഇപ്പോൾ ഇതേ സമയം 7 മണിയായി. 10 ഒടിഞ്ഞു എന്ന് വേണം പറയാനായിട്ടോ. കാര്യം 2 ട്രിപ്പുകളൊക്കെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ വിറക് കയറ്റാനുണ്ടായിരുന്നു. എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അബി ഉണ്ടായിരുന്നു, പറഞ്ഞ രാഹുൽ ഉണ്ടായിരുന്നു, പിന്നെ അഭിരാമി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ആതിരയുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. വൈഫിൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് അപ്പു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ജോൺസൺ, നമ്മുടെ അബിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ജോൺസൺ. പിന്നെ 2-3 സുഹൃത്തുക്കളന്മാർ, പേര് ഞാൻ വിട്ടുപോയിട്ട് പറയാനായിട്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ആരെയും കണ്ടിട്ട് എൻ്റെ പേര് പറഞ്ഞില്ലോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യരുത്. അപ്പോൾ ഞാൻ പേര് ഞാൻ വിട്ടുപോയതാണ്. എല്ലാം നമ്മുടെ ചങ്കുകളാണല്ലോ, പിന്നെ പേര് എത്തിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷായിട്ട്, ഈ ശരീരം ഒരുപാട് അനങ്ങാണ്ടിരുന്നിട്ട് നമ്മൾ പെട്ടെന്ന് അനങ്ങുമ്പോഴൊരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞിരിക്കാൻ പറ്റില്ല. ചിലർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഒരു സുഖത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇനി ചെന്നിട്ട്, അത് മാത്രമല്ല ഇന്ന് വൈകുന്നേരം എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, 1 മണിക്ക് പോവുകയും ചെയ്യണം. അപ്പോൾ ഒന്ന് കുളിച്ചിട്ട് ജസ്റ്റ് ഇവരെ കൊണ്ടുപോയിട്ടില്ല, പുതിയ വീട്ടിലേക്ക് പോയിട്ടില്ലായിരുന്നല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് പോകണം, കൊണ്ടുപോകാനൊക്കെ ഓർത്തുകൊണ്ടിരിക്കണേ. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. കാരണം ഇനി ചെന്നിട്ട് എടുക്കുമ്പോൾ വീഡിയോക്ക് ഒരുപാട് ലെങ്ത് ആയി പോകും. നമുക്കത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ വീണ്ടും പറയുകയാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.